നമ്മുടെ മലബാർ സൈഡിൽ എന്ത് പാർട്ടി സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കുഞ്ഞു പാത്രത്തിൽ ഒരു സാധനം ഉണ്ടാകുന്നുണ്ട്, പന്നീർ പട്ടിയല്ലേ. അത് അതിനെങ്ങനെ പേര് വന്നതെന്ന് തന്നെ ഞാൻ മുന്നേക്ക് ചിന്തിക്കലുണ്ട്. ഓരോ ഫുഡിനും ഓരോ ടൈപ്പ് പേര്, ആരാ ഇത് ഇടുന്നത്, പിന്നെ ഇത് എന്താ പറയുക, ഈ ഫുഡ് ആരാ കണ്ടുപിടിച്ചത്, അങ്ങനെയൊക്കെ ചിന്തിക്കലുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഐറ്റംസ് വന്നപ്പം ഇതിനൊന്നും വല്ല സൈഡാക്കിയെന്ന് പറയാം. പക്ഷേ നോമ്പിനൊക്കെ ഏറ്റവും നമുക്ക് എന്താ പറയുക, കൂടുതൽ ഫ്രൈ ചെയ്തിട്ട് ഓയിൽ കയറ്റുന്നതിന് പകരം ഇങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. അതിലുള്ള ഒരു നല്ല നമ്പർ 1 ഐറ്റം തന്നെ ആയിരിക്കും ഇത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു ദോശ ഉണ്ടാക്കുക. ദോശയ്ക്ക് വേണ്ടിയിട്ട് മൈദ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുട്ട, ഒരു നുള്ള് ഉപ്പ് ഇട്ടെടുത്തിട്ട് ദോശ ബാറ്റർ ഉണ്ടാക്കി വെച്ച്, പിന്നെ ഇതിലേക്ക് ഒരു നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കലുണ്ട്. മുട്ട വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. കുറേ ആൾക്കാർ തേങ്ങ വെച്ച് ചെയ്യും. തേങ്ങ വെച്ച് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. മുട്ടയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. മുട്ടയിൽ ജസ്റ്റ് നമ്മൾ നെയ്യ് വയ്ക്കുക, കാഷ്യൂനട്ട്, പിന്നെ മുട്ട ഇത് സ്ക്രംബിൾ ചെയ്യുക നന്നായിട്ട്. പിന്നെ ഓരോരോ ദോശ ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യാം. പിന്നെ ഓരോ ദോശ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നെയ്യ് പറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ കിട്ടൂല. ഇങ്ങനെ ഇതുപോലെ ചെയ്യുക. ഒരു ദോശയിൽ അതിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക, പിന്നെ അതൊരു ബോക്സ് പോലെ ആക്കുക. അങ്ങനെയാണ് ഇതിന് പനീർ പട്ടേന്ന് പേര് വന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിഡിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു നമ്മുടെ ഈ ഇഞ്ച് പോലെയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ്